മദ്യപിച്ച് ലെക്ക് കെട്ട് കഴിഞ്ഞ അയാളെ ബാറിൽ നിന്ന് പിടിച്ച് വലിച്ച് പുറത്തിടാൻ പാടില്ല. അയാൾ ബാറിൽ തന്നെ സംവിധാനങ്ങൾ ഒരുക്കി അയാളെ കിക്ക് വിടുന്നത് വരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ബാർ ഉടമകൾക്കുണ്ട്. ഈ ബാർ ഉടമകള് അതേപോലെ തന്നെ കുടിക്കുമ്പോ ഇത്ര കലോറിയൻ ഫുഡ് കൊടുക്കണമെന്നുണ്ട്. ആ ഫുഡൊന്നും മദ്യം വാങ്ങുന്ന ആൾക്ക് ചമ്മന്തിയും അച്ചാറല്ല കൊടുക്കേണ്ടത്, പോഷകാഹാരങ്ങൾ അടങ്ങിയ ഫുഡ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് മുട്ട കൊടുക്കണം, അതുപോലെ കടല, അങ്ങനെ പലതരം പോഷകാഹാരങ്ങൾ കൊടുക്കാൻ അബ്കാരി ആക്ടിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ കുടിയന്മാര് ബാറിൽ ചെന്ന് ചോദിക്കണില്ല. ടച്ചൻസ് ഒരു പഴയ നാരങ്ങേരെ തൊഴിലെടുത്ത് കൊടുത്താലും അവന് മദ്യം കിട്ടിയാൽ മതി. അവന് എന്തെല്ലാം അവകാശം ഉണ്ടെന്ന് കുടിക്കാൻ പോണെന്ന് അറിയാത്തത് കൊണ്ടാണ് ബാർ ഉടമകള് ലെക്ക് കെട്ടവരെ പിടിച്ച് റോഡിലേക്ക് ഇടുന്നത്. അല്ല, അവരെവിടെയെങ്കിലും പോകട്ടെ, അവര് വാങ്ങി കുടിക്കണം എന്ന് മാത്രമേ ഗവൺമെന്റ് പറയണല്ലോ. പിന്നെ നിങ്ങളുടെ ബോധം പോയാൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അത് ബാർ ഉടമയുടെ ഉത്തരവാദിത്തമാണ്. ബാർ ഉടമ മദ്യം കഴിച്ച ഒരാൾ ലെക്ക് കെട്ടി ഇരിക്കുന്ന ഒരാളെ ബലായി പുറത്തേക്ക് ആക്കിയ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അപകടം വന്നാ ബാർ ഉടമ അറസ്റ്റിലാവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഇയാൾ ഒരിക്കലും അങ്ങനെ പുറത്തേക്ക് ആക്കാൻ പാടില്ല. പിന്നെ ബാറിൽ നിന്ന് കഴിച്ചതിന്റെ ബില്ല് നിർബന്ധമായിട്ടും കുടിക്കുന്ന ആളുടെ പോക്കറ്റിൽ ഉണ്ടാവണമെന്നുണ്ട്. പക്ഷെ ഒരു ബാർ ഉടമയും ബില്ല് കുടിക്കുന്നവന് കൊടുക്കണമില്ല. ശരിയാണല്ലേ. ഒരു ബാർ ആക്ട് എന്താന്ന് ഇവിടുത്തെ മണ്ടന്മാർക്ക് അറിയില്ല. അവർക്ക് വയറ് നിറച്ച് കുടിക്കണം, 2 ഇടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തണം, അങ്ങനെ ഈ അക്രമ സംഭവങ്ങളല്ലേ അവർക്ക് അറിയുള്ളൂ. അവകാശങ്ങളെ കുറിച്ച് അറിയണില്ല. ശരിക്ക് മദ്യനിരോധന സമിതിക്കാരോ അല്ലെങ്കിൽ മദ്യത്തിനെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ എന്താ പറയേണ്ടത്? ഈ കുടിയന്റെ അവകാശങ്ങളെ കുറിച്ച് കുടിയനെ തന്നെ പറഞ്ഞ് ബോധവൽക്കരണം നടത്തുന്ന ആളാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ബാധ്യത കൂടുന്തോറും ബാർ ഉടമകൾ മെല്ലെ മെല്ലെ ബാർ അവസാനിപ്പിച്ച് സ്ഥലം വിടും. സത്യത്തില് ഈ തമിഴ്നാട് ബാറുകൾ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോ നിങ്ങൾ ഈ പറയുന്ന പോലെ കൊള്ളി ചിപ്സ് കൊടുക്കുന്നുണ്ട്, മുട്ട പുഴുങ്ങിയത് കൊടുക്കുന്നുണ്ട്, ചിക്കൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ബീറിന് നമ്മുടെ ഇവിടെ ബാറുകളിൽ കൊടുക്കുന്ന അതേ റേറ്റ് തന്നെയാണ്. അല്ല, ഒരു ബാറിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ 40 സീറ്റ് ഉണ്ടെങ്കിൽ 40 ബെഡ് ഉണ്ടാവണമെന്നുണ്ട്. അവിടെ എത്ര സീറ്റ് ഉണ്ടെന്ന് നോക്കണില്ലേ? ആ സീറ്റ് അനുസരിച്ച് അവിടെ ബെഡ് ഉണ്ടാവണം. അവരെ സംരക്ഷിക്കാൻ അവിടെ ആള് വേണം. അവര് ബന്ധുക്കളെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞ് അവരെ വന്ന് കൊണ്ടുപോകാവുന്ന സംവിധാനങ്ങൾ ഒരുക്കണം എന്നൊക്കെ ഉണ്ട്. ഈ അബ്കാരി ആക്ട് എന്താന്ന് സർക്കാരിനെ മാത്രം അറിഞ്ഞാൽ കാര്യമില്ല. ഇത്തരം കാര്യങ്ങള് എല്ലാ ബാറിന്റെ മുന്നിലും എഴുതി വെക്കണം. ഒരു കുടിയന്റെ അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യ ബോർഡാണ് എല്ലാ ബാറിന്റെ മുന്നിലും എത്രയും പെട്ടെന്ന് നടത്തണം. അത് എഴുതി വെക്കണം. അബ്കാരി നയങ്ങളും കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന മന്ത്രിമാര് അല്ല, കുടിക്കാനായിട്ട് ആളെ വിളിച്ചാൽ പോരാ. കുടിക്കുന്നവന്റെ അവകാശം സംബന്ധിച്ച് ഓരോ ബാറിന്റെ മുന്നില് ഒരു വ്യക്തി കാണാവുന്ന രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ബോർഡുകൾ വെക്കണം. ഇപ്പൊ എല്ലാ സർക്കാർ സർവീസ്